ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വരുന്നു. നിസാം കുറ്റക്കാരൻ തന്നെയെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ചന്ദ്രബോസ് വധക്കേസിൽ നിസാം കുറ്റക്കാരൻ എന്ന് കോടതിയുടെ ആദ്യ നടപടി വന്നിരിക്കുന്നു. നിസാം കേസിൽ കുറ്റക്കാരൻ തന്നെയെന്ന് 79 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിലായി കോടതിയിലേക്ക് കേസിന്റെ അന്തിമഘട്ടം എത്തുമ്പോൾ കോടതി തൃശൂർ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. നിസാം കുറ്റക്കാരൻ തന്നെയെന്ന് നിരവധി വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ അടക്കം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളെ ಖಂಡಿക്കുന്ന തരത്തിൽ വാദങ്ങൾ ഉന്നയിച്ചിട്ടും എല്ലാ നിരീക്ഷണങ്ങളും പ്രോസിക്യൂഷന്റെ നിരീക്ഷണങ്ങളെയും കോടതി അംഗീകരിച്ചുകൊണ്ട് നിസാം കുറ്റക്കാരൻ തന്നെ എന്നാണ് ഇപ്പോൾ തൃശൂർ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേസിന്റെ വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ നടപടി അന്തിമ വിധി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള നടപടിക്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. നിസാം കുറ്റക്കാരൻ തന്നെയെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 79 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം കേരളം ഒരുപക്ഷെ കാതോർത്തിരുന്ന ഒരു കേസിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിസാം കുറ്റക്കാരൻ തന്നെ എന്ന് ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാം കുറ്റക്കാരൻ എന്ന് തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. 1 വർഷം തികയുന്ന വേളയിലാണ് തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ചന്ദ്രബോസിനോടുള്ള മുൻവൈരാഗ്യം മൂലമാണ് ആഡംബര കാറിടിച്ച് കൊന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതേപടി കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ചന്ദ്രബോസ് വധക്കേസിൽ വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനുശേഷം ഇനി വിധി പ്രഖ്യാപനം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കോടതി കടക്കും. തൃശൂർ സെഷൻസ് കോടതി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മുഹമ്മദ് നിസാം കുറ്റക്കാരൻ തന്നെ എന്ന് വിധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 29 പുലർച്ചെ ശോഭാ സിറ്റിയുടെ പ്രവേശന കവാടത്തിൽ വെച്ച് ചന്ദ്രബോസ് എന്ന സുരക്ഷാ ജീവനക്കാരൻ ആക്രമിക്കപ്പെടുകയും ക്രൂരതയുടെ പര്യായമെന്ന് കേരളം വിശേഷിപ്പിച്ച കേരള ജനത കണ്ട ഓരോ നിമിഷങ്ങളും കേസിന്റെ വിചാരണ സംബന്ധിച്ച് കേരളം കാതോർത്ത നിമിഷങ്ങളായിരുന്നു. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നിസാം കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ അന്തിമ വിധി ശിക്ഷ സംബന്ധിച്ചുള്ള വിധികൾ കൂടി ഇനി കേൾക്കേണ്ടതുണ്ട്. എന്തായിരിക്കും വിധിയുടെ തോത് സംബന്ധിച്ച്? അതായിരിക്കും കേരളം ഇനി കാതോർക്കാൻ പോവുക. കുറ്റക്കാരൻ തന്നെ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ചന്ദ്രബോസിനെ ഇടിച്ചു കൊന്നതിന് ശേഷം വിചാരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ പണക്കൊഴുപ്പിൻ്റെയും ഒപ്പം രാഷ്ട്രീയ ഇടപെടലിൻ്റെയും ഒക്കെ തന്നെ കാഴ്ചകളായിരുന്നു കേരളം ഈ കേസിൻ്റെ വഴിനാളുകളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ തന്നെ കണ്ടത്. സുപ്രീം കോടതി വരെ കേസ് ജാമ്യാപേക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എത്തുകയും അതിനിശ്ചിതമായി സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പോലും ഇടയാക്കപ്പെട്ട ഒരു കേസ് കാപ്പ ചുമത്തുന്ന സാഹചര്യം വരെ എത്തിച്ചേർന്നതിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ പോലും ഈ കേസിൽ നടക്കുകയുണ്ടായി. ഒട്ടേറെ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് നിസാമിൻ്റെ പണക്കൊഴുപ്പടക്കം പ്രകടമായ കേസ് ശോഭാ സിറ്റിയുടെ വാതിൽക്കൽ വെച്ച് ചന്ദ്രബോസിനെ ഇടിച്ചു കൊലപ്പെടുത്തിയ ശേഷം താൻ മാനസിക രോഗിയാണെന്ന് പോലും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. ഇപ്പോൾ CG ദിൽജിത്ത് കേസിൻ്റെ ഓരോ ഘടകങ്ങളും പരിശോധിച്ച ഞങ്ങളുടെ തൃശൂർ പ്രതിനിധി പറയുന്നു. CG ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, ഇപ്പോൾ കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടന്ന ശേഷം നിസാം കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിന്റെ നാൾവഴികളടക്കം പരിശോധിച്ചാൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ തന്നെ വ്യക്തമായ ഇടപെടൽ നടന്ന കേസ്, ക്രൂരതയുടെ പര്യായമെന്ന കേരളം വിശേഷിപ്പിച്ച മാനുഷികതയുടെ എല്ലാ മുഖങ്ങളും നഷ്ടപ്പെട്ട ഒരു കേസ്, പരിഷ്കൃത സമൂഹത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു കേസിന്റെ വിധി പ്രഖ്യാപനം തൊട്ടു മുന്നോടിയായി കുറ്റക്കാരൻ തന്നെയാണെന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളെ അംഗീകരിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഒരുപക്ഷെ ഇനിയും വേണ്ടത്? വിധി പ്രഖ്യാപനമാണ് അറിയേണ്ടത്. നാൾവഴികളിലൂടെ ഒരുപക്ഷെ പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും ഈ നിമിഷത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും പ്രജീഷ്, ഇപ്പോൾ ഈ സംഭവം ഈ ആക്രമണം നടന്ന 1 വർഷം തികയുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രബോസ് വധക്കേസിന്റെ ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വ്യവസായിയും ഈ കേസിലെ 1ാം പ്രതിയുമായ മുഹമ്മദ് നിസാം കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തുടർച്ചയായി 2.5 മാസം നീണ്ട വിചാരണയ്ക്ക് ഒടുവിലാണ് ഇത്തരത്തിൽ കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ശിക്ഷ വിധിക്കുക എന്നുള്ളൊരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കേസിൽ ഇടപെടാനും സാക്ഷികളെയും മറ്റു സ്വാധീനിക്കാനും എല്ലാം ശ്രമം നടക്കുന്നതായി പ്രോസിക്യൂഷന്റെ ആരോപണം ഉണ്ടായിരുന്നു. പ്രതിഭാഗം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും വിചാരണ കോടതി
ആദ്യം കേസ് നടന്നിരുന്നത് കുന്നംകുളം കോടതിയിലായിരുന്നു. തുടർന്ന് കൊലപാതക കേസായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഗൗരവം പരിഗണിച്ച് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. തുടർന്ന് കേസിന്റെ വിചാരണ ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ കേസിന്റെ വിചാരണ നീട്ടിവെക്കാനും അല്ലെങ്കിൽ വിചാരണ കോടതി മാറ്റാൻ ദിൽജിത്ത്, കോടതിക്കുള്ളിൽ നിന്നും നമ്മളുടെ പ്രതിനിധി ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, കേൾക്കാമോ? കേൾക്കാം. ഉമേഷ്, എന്താണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? പ്രതീക്ഷ, ഇപ്പോൾ നിഷാം കുറ്റക്കാരനാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിഷാമിന് മേൽ 9ഓളം വകുപ്പാണ് പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നത്. കൊലപാതക കുറ്റം ഉൾപ്പെടെ 302, 324, 326 തുടങ്ങി 9 വകുപ്പുകൾ പ്രകാരം നിഷാം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുകയാണ് കോടതി. ഇത് പ്രതിഭാഗത്തിന്റെയും അതുപോലെ പ്രോസിക്യൂഷന്റെയും വാദം കോടതി കേൾക്കുകയാണ്. നിഷാമിനെ അല്പസമയത്തിനകം കോടതി നിഷാമിനോട് ചോദിക്കും. ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നത് സംബന്ധിച്ച് നിഷാമിനോട് ആരായുകയാണ്. നിഷാമിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും മറ്റെല്ലാമാണ് നിഷാം ഉയർത്തി കാണിക്കുന്നത്. അതേസമയം പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. നിഷാം ഈ കേസിൽ മാത്രമല്ല, നേരത്തെ തന്നെ 14 കേസുകളോ നിഷാമിന്റെ പേരിലുണ്ട്. മാത്രമല്ല, ഇതിന്റെ കേസിന്റെ ഗൗരവം പരിഗണിച്ച് പരമാവധി ശിക്ഷ നിഷാമിന് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അല്പസമയം മുമ്പാണ് കോടതി ഇത് സംബന്ധിച്ച പ്രസ്ഥാനം നിഷാം വിധി പറഞ്ഞത് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. 9 വകുപ്പുകൾ പ്രകാരം, അതായത് പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്നത് 302 കൊലപാതക കുറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അതുൾപ്പെടെ 9 വകുപ്പുകൾ നിഷാമിനെതിരെ ചുമത്തിയിരുന്നു. ഇതെല്ലാം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു. ഇനി ശിക്ഷ പ്രഖ്യാപിക്കലാണ് അടുത്ത നടപടി. ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപായി ഇരുഭാഗത്തും പറയാനുള്ളത് കോടതി കേൾക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷയുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കായിരിക്കും. അത് സംബന്ധിച്ച കോടതിയുടെ തീരുമാനം പുറത്തു വന്നിട്ടില്ല. എന്തായാലും 12ഓളം ദൃക്സാക്ഷികളുടെയും മറ്റ് അനുബന്ധ തെളിവുകൾ, 100ലേറെ അനുബന്ധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദഗതികളെല്ലാം തന്നെ കോടതി അംഗീകരിച്ച് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഒട്ടേറെ കാരണം ആശങ്കകളൊക്കെ പലകുറി മൊഴിമാറ്റങ്ങളടക്കം നടന്ന ഘട്ടത്തിലൊക്കെ തന്നെ കേസിന്റെ ഗതി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഉദയഭാനു പോലും വലിയ ആശയക്കുഴപ്പം, അത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും കൂടിയും പലർക്കും ആശങ്കയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തിലേക്ക് കടന്നാൽ എല്ലാ വാദഗതികളെയും മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. കാരണം 9 വകുപ്പുകളാണ്. ഈ 9 വകുപ്പുകളും ശരിവെച്ചു എന്ന് പറയുമ്പോൾ എല്ലാ വാദങ്ങളെയും മുഖവിലേക്ക് എടുത്തിരിക്കുന്നു. കോടതിക്ക് ബോധ്യമായിരിക്കുന്നു നിഷാം കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. നേരത്തെ ഇതിന്റെ വിചാരണ മറ്റ് അന്വേഷണ ഘട്ടത്തിലും എല്ലാം നിരവധി സംശയങ്ങളാണ് ഉയർന്നു വന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2015 ജനുവരി 29-നാണ് ചന്ദ്രബോസിനെതിരെ ഈ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണം നടന്ന അന്ന് തന്നെ ചന്ദ്രബോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷം മുഹമ്മദ് നിഷാമിനെ രക്ഷിക്കാൻ പല ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ബാംഗ്ലൂരിലെ തെളിവെടുപ്പ് കമ്മീഷണർ ജേക്കബ് ജോബ്, അന്നത്തെ കമ്മീഷണറായിരുന്ന ജേക്കബ് ജോബ് നിഷാമുമായി ഒറ്റയ്ക്ക് നടത്തിയ കൂടിക്കാഴ്ച, ഇതെല്ലാം പോലീസിനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു. ഇത് കൂടാതെ സംഭവ സമയത്ത് ചന്ദ്രബോസ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു. 19 ദിവസത്തെ ചികിത്സയ്ക്കിടയിലെങ്ങും ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാതിരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചന്ദ്രബോസ് മരിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് പോലീസ് കമ്മീഷണറായി ആർ നിശാന്തിനി ചുമതലയേറ്റത്. ഇതിനുശേഷം സർക്കാർ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും ചെയ്തു. മാർച്ച് 17-നാണ് CP ഉദയഭാനു പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേൽക്കുന്നത്. ശേഷം തുടർന്ന് ഇങ്ങോട്ട് കേസ് നടപടികൾ വളരെ വേഗത്തിലായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ചുമതലയേറ്റ ഏകദേശം 1 മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ 4-ാം തീയതി കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ പലപ്പോഴും പോലീസിനെ സംശയത്തിന്റെ നിഴലാക്കുകയും ഇത്തരത്തിൽ സംശയാസ്പദമായ പല സാഹചര്യങ്ങളും നിഷാമിനെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ശക്തമായ വാദഗതികൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഏതാണ്ട് 1500ഓളം വരുന്ന കുറ്റപത്രം കുന്നംകുളം കോടതിയിൽ അന്ന് സമർപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇത് കൊലപാതക കുറ്റമാണ് എന്ന് കണ്ട് ജില്ലാ കോടതിയിലേക്ക് ഇതിന്റെ വിചാരണ മാറ്റുകയായിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ ഏതാണ്ട് 30ഓളം ശാസ്ത്രീയ തെളിവുകളും മറ്റ് തൊണ്ടി ശാസനങ്ങളും 100ഓളം സാക്ഷിമൊഴികളും അന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കി. ചന്ദ്രബോസിനെ ഇടിച്ചു കൊലപ്പെടുത്തിയ ഹമ്മർ കാർ ഉൾപ്പെടെ 43ഓളം തൊണ്ടി മുതലുകളാണ് കോടതി പരിശോധിച്ചത്. ഇതിനു പുറമെ 124ഓളം അനുബന്ധ രേഖകളും കോടതി പരിശോധിക്കുകയുണ്ടായി. ഇതെല്ലാം ഇതിനു പുറമെ 8 മാസം നീണ്ട വിചാരണയായിരുന്നു ഉണ്ടായത്.
ഇതിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഏതാണ്ട് 100-ൽ പരം സാക്ഷികളെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചെങ്കിലും ഇതിൽ 22ഓളം പേരെയാണ് കോടതി വിസ്തരിച്ചത്. ഇത്തരത്തിൽ 8 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഇപ്പോൾ ചന്ദ്രബോസിനെതിരെയുള്ള ആക്രമണം നടന്ന് ഏതാണ്ട് 1 വർഷമാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും ശിക്ഷ സംബന്ധിച്ച പ്രഖ്യാപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കുറ്റക്കാരനാണെന്ന് കണ്ടതിന് ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നതിനുള്ള വാദം ഇപ്പോൾ നടക്കുകയാണ്. ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായ ഇടപെടൽ, നിയമതലത്തിലുള്ള ഇടപെടലൊക്കെ ഉള്ള കേസ് അത്തരത്തിലുള്ള ആശ്ചര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കേസിന്റെ അന്തിമ വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ പോലെയുള്ള നിയമവിദഗ്ധരടക്കം നൽകുന്ന സൂചന ഇതിന്റെ പൂർണ്ണ മെറിറ്റ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചനകളോ ഏതായിരിക്കും ഇപ്പോൾ നിരത്തിയിരിക്കുന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും ശിക്ഷ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അതിന്റെ വാദം നടത്തിയാണ്. അഡ്വക്കേറ്റ് സി ടി ഉദയഭാനു ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് പ്രോസിക്യൂഷന് വേണ്ടി ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. തെളിവുകളെല്ലാം നിരത്തി അത് എല്ലാം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 9 വകുപ്പുകൾ പ്രകാരവും നിഷാം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൊലപാതക കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ തന്നെ നിഷാമിന് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. എന്തായാലും അതിൽ വാദം കേട്ട ശേഷം ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ കോടതി ശിക്ഷ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. യെസ്, വളരെ എന്തായാലും ഉമേഷ്, കോടതിയിൽ നിന്നുള്ള ഏറ്റവും തുടർ ചലനങ്ങൾ അപ്പോൾ തന്നെ വ്യക്തമാക്കുക. എന്തായാലും അന്തിമ വിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എന്തായാലും വരുന്നത്. കുറ്റക്കാരൻ എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മുഹമ്മദ് നിസാം.